ഇതെന്തിനോ കുറച്ച് കൂടുന്നുണ്ട്. ഒരു നാട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ നാടും ഈ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. നാട്ടിൽ ഡ്രാമ കമ്പനിയും തുടങ്ങണം. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കണ്ട. നിങ്ങളുടെ മകൾ അവിടെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. വളരെ സന്തോഷായി. ഇനി കല്യാണത്തിന് കാണാം. ശരി, ഞങ്ങൾ എന്നാ ഇറങ്ങുവാണ്. ബാക്കിയെല്ലാം ഫോണിൽ സംസാരിക്കാലോ. നിങ്ങൾ തീരുമാനിച്ചിട്ട് വിളിച്ചോളൂ. അങ്ങനെ ആവട്ടെ. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിന്നു, ഞാൻ പോയിട്ട് വരെ യാത്രയാക്കിയിട്ട് വരാം. ഇവിടെ നിന്നു. ശരി മോളെ. അയ്യോ, ആരെയും കാണുന്നില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞ് കൊളവാക്കി ഇനി മൊത്തത്തിൽ പ്രശ്നമായി കാണുമോ? അകത്ത് കളിച്ച ഡ്രാമ സിനിമയായിരുന്നെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയേനെ. Congrats, Srivalsa. Thank you, sir. ഡ്രാമയിൽ കൂടുതൽ അഭിനയം കാഴ്ചവെച്ചാ അത് റിയൽ ലൈഫിലും ശരിക്കും അഫക്ട് ചെയ്യുമെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് ഞാൻ പെട്ടെന്ന് ക്യാരക്ടറായിട്ട് മാറിപ്പോയി, അതുകൊണ്ട് പറ്റിയതാ. അതെ ബോസ്, ഡ്രാമയിൽ നിങ്ങൾ ചെയ്തത് ഒരു വയസ്സൻ ക്യാരക്ടറാ. തോന്നുന്നു മിണ്ടായിരിക്കുന്നുണ്ടോ സുമേഷ്? എപ്പൊ നോക്കിയാലും എന്തെങ്കിലും നോൺസെൻസ് പറഞ്ഞോണ്ടിരിക്കും. ശ്രീവത്സ, ഞങ്ങളുടെ പാർട്ടെല്ലാം കഴിഞ്ഞു. ഇനി മാരേജ് വരെ ബാക്കി കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടത് നിന്റെ ജോലിയാണ്. യെസ് സർ, അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. വളരെ നന്ദിയുണ്ട് സർ. അമ്മു, വേദാന്ത് സർ, നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഈ ഫോർമാലിറ്റി ഒക്കെ നിന്റെ കയ്യിൽ വെച്ചു. ഞാൻ പിന്നെ വിളിക്കുമ്പോ ബാക്കിയൊക്കെ സംസാരിക്കാം. ഞങ്ങൾ എന്നാ പോയിട്ട് വരാം. ഒന്ന് നിന്നെ. നിങ്ങൾ രണ്ടുപേരും ശ്രീവത്സന്റെ അച്ഛനും അമ്മയും അല്ലെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതങ്ങനെയല്ല. നിങ്ങള് വേദാന്ത് സർ, ആദ്യം നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങളുടെ സംസാരവും കൂടി കേട്ടല്ലോ. ഇവിടുന്ന് പോയ ശേഷം ജയിച്ചതിന്റെ ആഘോഷം നടത്താതെ ഇവിടെ തന്നെ ചാടിക്കളിച്ചത് തെറ്റായെന്ന് തോന്നുന്നു. ഈ പ്രോഗ്രാം ഇത്രയും വേഗം ഇങ്ങനെ പുകഞ്ഞു പോകുമെന്ന് ഞാൻ കരുതിയതേയില്ല. ആന്റി, അത് ആക്ച്വലി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രേമം ആത്മാർത്ഥമായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും ഡ്രാമ കളിക്കേണ്ടി വന്നത്. നിങ്ങൾ എന്റെ മകളെ നന്നായിട്ട് നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അങ്കിളിന് ഇത് ഒരിക്കലും മനസ്സിലാവില്ല. അവര് കുറച്ച് റിസർവ്ഡ് ആണ്. അവർക്ക് ഇതൊന്നും അംഗീകരിക്കാനാവില്ല. നമ്മൾ എന്തൊക്കെ അന്വേഷിച്ച് ബന്ധങ്ങൾ കണ്ടുപിടിച്ചാലും മകള് നന്നായിട്ടിരിക്കണം എന്നതല്ലേ വേണ്ടത്. അതിവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്തത് നാടകമാണെങ്കിലും അതിൽ എന്തൊരു ഒരുമയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണെന്നും എനിക്ക് മനസ്സിലായി.
നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരട്ടെ. മഞ്ചലിൽ ഇതുവഴി പോകും തിന്നലേ കാണാത്തുമ്പൊരു തഴുകുമൊരു തൂവൽ തിന്നലേ ആരും പാടാത്ത പല്ല്. വിക്കി, അമ്മേ അയ്യോ എന്തേ വിക്കി കാണിക്കുന്നേ? എന്താ പറ്റിയത്? വിക്കിന്നോ? എന്തേ ഞാൻ അങ്ങനെ വിളിച്ചത് വിക്കിക്ക് ഇഷ്ടായില്ലേ? അതെന്ത് ചോദ്യം എന്റെ മോളെ. പിന്നെന്തിനാ വിക്കി നേടപ്പോ ഇത്രയും ഷോക്കായത്? പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരുപാട് സന്തോഷമാകുമ്പോ ഷോക്കാവായിരുന്നേ. നീ ഇങ്ങനെ ഇത്ര വേഗം ഇങ്ങനെ അപ്ഡേറ്റ് ആയപ്പോ ഞാൻ സർപ്രൈസ് ആയിപ്പോയി ആകെ. അതായത് ഞാൻ ഔട്ട്ഡേറ്റഡ് ആണെന്നല്ലേ പറഞ്ഞേ? എന്റെ അമ്മോ, അങ്ങനെയൊന്നുമല്ല. നീ എന്നിങ്ങനെ സ്വീറ്റ് ആയിട്ടും ക്യൂട്ടായിട്ടും എന്റെ പേരിങ്ങനെ വിളിക്കുന്ന കേൾക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ. സാധാരണ നിന്റെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോ ഏട്ടാ, വിക്കി ഏട്ടാ, അതെ, നോക്കൂ, ഇങ്ങനെയുള്ള പേരുകളല്ലേ സാധാരണ വരാൻ ചാൻസ് ഉള്ളത്. വിക്കി എനിക്ക് ഭർത്താവായിട്ട് കിട്ടാൻ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ടാവും. എന്ത് നുണയാടോ? അല്ല, ഞാൻ സത്യമായിട്ടും പറഞ്ഞത് തന്നെയാ. വിക്കി എന്നെ ഇത്രയും അധികം സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇതിനേക്കാളും ഭാഗ്യം എനിക്ക് എന്താ വേണ്ടതെന്ന് പറയൂ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? നിന്നെ എന്റെ ഭാര്യയായിട്ട് കിട്ടിയാല് ഞാൻ എത്ര ലക്കിയാന്നറിയോ? അല്ല, അങ്ങനെയൊന്നുമല്ല. അതെ, എന്താന്നറിയോ? എന്തേ? വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഹണിമൂണിന് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് വീട് തന്നെ 2 കഷ്ണം വയ്ക്കാനെ. പക്ഷെ നീയോ എന്റെ അനിയത്തിക്ക് വേണ്ടി ഹണിമൂണെ വേണ്ടാന്ന് വെച്ചില്ലേ? ഇത്രയധികം ക്വാളിറ്റിയുള്ള വേറെ ഏത് പെണ്ണാവണേ? വെറുതെ എന്നെ ഇങ്ങനെ പുകഴ്ത്താൻ നിൽക്കണ്ട കേട്ടോ. ഏട്ടത്തിക്ക് ആദ്യം അബോർഷൻ ആയ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പാവം ഏട്ടത്തി. മക്കളെന്ന് പറയുന്നത് ദൈവം തരുന്ന പ്രസാദമാണ്. ദൈവം കണ്ണു തുറക്കുമ്പോ അവഗണിക്കാൻ പാടില്ല നമ്മള്. ഏട്ടത്തിയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ അത്രയും സന്തോഷം എനിക്കും ഉണ്ടായി. ആ സന്തോഷത്തിന്റെ മുന്നില് എനിക്ക് ഹണിമൂണൊന്നുമായിട്ട് തോന്നിയില്ല. വാ, ഒരു പെണ്ണിന്റെ അവസ്ഥ എന്താന്നുള്ളത് മറ്റൊരു പെണ്ണിനെ മനസ്സിലാവുന്ന പറഞ്ഞത്. നീ എന്താണോ ഇത്രയും പാവം കൊച്ചായ? അല്ല, നിന്നെ ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഏത് ജന്മത്തിലെ പുണ്യം ചെയ്തെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇപ്പൊ വരാം. ഒന്ന് നിന്നേന്ന്. എന്താ? ജോലിയെല്ലാം കഴിഞ്ഞില്ലേ നിന്റെ? ആ, കഴിഞ്ഞു. ഹണിമൂണിന് പോയില്ലെന്ന് പറഞ്ഞിങ്ങനെ വിഷമിക്കരുത്. നീ ഫ്രീ ആയി കഴിഞ്ഞ. ആരതി, ആരതി, എങ്ങോട്ടേ പോന്നേ? ആരതി, ആരതി, തുറക്ക് ഈ വാതില് തുറന്നേ. പൂമുഖവാതുക്ക സ്നേഹം വിടുത്തുന്ന തിങ്കളാകുന്നു ഭാര്യ. എന്താ ചെയ്യുന്നേ? ഇനി ഇതൊന്നും പറ്റില്ല. അല്ല, നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാനാ, നിന്റെ ഭർത്താവാ. ഈ സമയത്ത് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊന്നും പാടില്ല. അതെന്താണോ? വയറ്റിൽ കിടക്കുന്ന പൊന്നോമനിക്ക് നിങ്ങളുടെ കള്ള ബുദ്ധി വരാതിരിക്കെ. കോമഡി. അതൊക്കെ എങ്ങനെ അറിയാനാ? എല്ലാം എനിക്കറിയാം. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാത്തെ. അപ്പൊ ഇനി 6 മാസത്തേക്ക് റൊമാൻസ് ഇല്ലേ? റൊമാൻസ് ഒന്നും ഇല്ലാതെ ജീവിതത്തിൽ എന്ത് രസമുള്ളത് ആദ്യ? ഒരു വാക്ക് പോലും മിണ്ടരുത്. അവൻ കേട്ടാൽ അത് പ്രശ്നമാവും. അല്ല, കോൺഫിഡൻസ് ആയിട്ട് അവനവനെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു പക്ഷെ ഉള്ളിലുള്ളത് അവളാണെങ്കിലോ? തീർച്ചയായിട്ടും ആൺകുട്ടി തന്നെയായിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാ. വേദാന്ത് ചേട്ടൻ, വിക്കി ചേട്ടൻ, പിന്നെ ധ്രുവ. ഇവിടെ ഇപ്പൊ നമ്മള് മാത്രല്ലേ ഉള്ളൂ. എന്നോട് പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം?
ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളായതുകൊണ്ട് എനിക്കും ആൺകുട്ടി തന്നെയായിരിക്കും. അത് പറ്റില്ല മോളെ. നമ്മുടെ വീട്ടില് ഞാൻ മതി ആണായിട്ട്, ബാക്കി എല്ലാം പെൺപടകളാണ്. എത്ര പെൺകുട്ടികളാണെന്ന് അറിയാലോ. നോക്കിക്കോ, ഇതും പെൺകുട്ടിയായിരിക്കും. ശരി, നമുക്ക് നോക്കാം. എത്ര രൂപയ്ക്കാ ബെറ്റ്? ഹേയ്, ബെറ്റിന്റെ ഒന്നും ആവശ്യമില്ല. കുട്ടി ആരോഗ്യത്തോടെ ജനിച്ചാൽ മതി. വളരെ സന്തോഷം. ആണായാലും കുഴപ്പമില്ല, പെണ്ണാണെങ്കിലും കുഴപ്പമില്ല. അതും ശരിയാണ്. ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു? അതോ, നാളെ ആദ്യ ഓർഗാനിക്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാനും വിക്കിയും കൂടെയാണ് ലീഡ് ചെയ്യേണ്ടത്. ആ പുണ്യാത്മാവിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഒരു കള്ളനാവൻ. ഒന്ന് പോയി അവനോട് പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ പുറത്തുപോയിട്ട് വരാം. അല്ലാദ്യ, ഞാൻ എന്തൊരു കഷ്ടം ഇത്. ഒന്ന് പോകുന്നുണ്ടോ? 2 വർഷം എവിടെയോ പോയി പഠിച്ചെന്ന് കരുതി ഭാഷയൊക്കെ ആകെ മാറിപ്പോയി. എനിക്കൊന്നും വേണ്ടേ, ഞാൻ പൊക്കോളാം. അല്ല, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു. പോകാനാ പറഞ്ഞത്. ഓക്കെ ആണോ ആദ്യ? ഇല്ല, പോകാനാ പറഞ്ഞേ. പോയിട്ട് വരാം. അതിഥി, എന്താ മോളെ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു. അമ്മ എന്തേ മോളെ? അമ്മ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുക. അഞ്ജലി എക്സാം എഴുതിയിട്ട് വന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചോ നീ അവളോട്? ആ, നന്നായിട്ട് എഴുതിയെന്നാ പറഞ്ഞേ. ഗ്രൂപ്പ് സ്റ്റഡിക്കായിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയേക്കുവാ. പറയാൻ വന്ന കാര്യം മനസ്സിൽ തന്നെ ഉണ്ടെന്ന് അച്ഛന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതെന്താന്ന് പറയുമോളെ? അല്ല, എന്തു പറ്റി? എന്തിനാ കരയുന്നത്? അച്ഛാ, ഞാനിന്നൊരു തെറ്റ് ചെയ്തു പോയി അച്ഛാ. എന്താ ഉണ്ടായതെന്ന് പറയുമോളെ? നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് മോളെ? നിന്നെ ഇന്ന് കോളേജിലും കണ്ടില്ലല്ലോ. എടോ, എന്തിനാ എന്റെ തല ഇങ്ങനെ തിന്നുന്നേ? എനിക്കിങ്ങനെ സംസാരിക്കാൻ താല്പര്യമില്ല. താൻ ആരാന്ന് എനിക്കറിയില്ല. തന്റെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. വെറുതെ ശല്യം ചെയ്യാതൊന്ന് ഫോൺ വെച്ചേ. ഏയ് നിക്ക്, ഫോൺ കട്ട് ചെയ്യരുത്. കോള് കട്ട് ചെയ്യരുതെന്ന്. നോക്ക്, കോൾ ചെയ്തത് ഞാനാ. കട്ടെങ്ങാനും ചെയ്ത എന്റെ തനി സ്വഭാവം നീ കാണും. ഹലോ, എനിക്ക് നിന്നെ പറ്റിയും നിന്റെ ഫാമിലിയെ പറ്റിയും എല്ലാം അറിയാം. എനിക്ക് നിന്റെ സ്നേഹം വേണം. നിന്നെ ഞാൻ റാണിയെ പോലെ വാഴിക്കും. ലൈഫിൽ ഇതുപോലെ ഒരു ഓഫർ ആർക്കും കിട്ടില്ല. പ്ലീസ്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായുണ്ടല്ലോ. ഞാനിത് മുമ്പ് തന്നെ പറയണമായിരുന്നു. ഞാൻ മറച്ചു വെച്ചത് തെറ്റായി പോയി അച്ഛാ. നിങ്ങൾ എന്നെ വഴക്ക് പറയുമെന്ന് എനിക്കറിയാം. പ്ലീസ് എന്നോട് ക്ഷമിക്കണേ അച്ഛാ. നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. ഞാൻ നിന്നെ വഴക്കൊന്നും പറയുന്നില്ല. കാരണം നിന്നെ വളർത്തിയ രീതിയിൽ തന്നെ എനിക്ക് വിഷമമുണ്ട്. എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നേ? എന്നെ നന്നായിട്ട് തന്നെയാ വളർത്തിയേ. ഇല്ല അതിഥി, എന്തോ കുറവുണ്ടെന്ന് ഇപ്പൊ തോന്നുന്നു. ഏതോ ഒരുത്തനൊരു കത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ പോയില്ലേ? അക്കാര്യം ആദ്യമേ ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ
ഞാനും അമ്മയും കൂടി അത് പരിഹരിക്കുമായിരുന്നു എന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. നിങ്ങൾ പോയിട്ട് വരൂ സർ. കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ആയ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോഴേക്ക് ഇവരുടെ രണ്ടുപേരുടെ ഫിക്സ് ആയിട്ടുണ്ടാകും. അതായത് എന്റെ ഫിക്സ് ആയിട്ടുണ്ടാവും ഞാൻ ഉദ്ദേശിച്ചേ. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, നടക്കണോ? ബസ് അമൂല്യ മേഡത്തിന്റെ വീട് ഒരു ഭാഗത്താണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാ എന്റെ റൂം. അതുകൊണ്ട് ഞാനൊരു ക്യാബ് എടുത്ത് പോയിക്കോളാം. അതിന്റെ പൈസ എനിക്ക് തന്നാ മതി. ആദ്യം മുതലേ പെൺകുട്ടികളെന്ന് വെച്ചാൽ അലർജി ആയിരുന്നു എന്റെ ബോസ്. ഇപ്പോ അമൂല്യ മേഡത്തിന്റെ കൂടെ ജോളിയായിട്ട് റൈഡ് പോകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതുപോലെ ഈ ലോകത്ത് മാറ്റങ്ങൾ മാത്രമാണ് ശാശ്വതം. അത് പ്രൂവായി. എന്താന്നറിയോ, അവരുടെ അമ്മ നമ്മളെ തിരിച്ചറിഞ്ഞപ്പോ ഒരു മിനിറ്റത്തേക്ക് എന്റെ ഹൃദയം നിന്നുപോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശരിയായി. നിന്റെ ആക്ടിങ് ആണെങ്കിൽ വളരെ മോശമായിരുന്നു. ഞാനായതുകൊണ്ടാ പിടിച്ചു നിന്നത്, അല്ലായിരുന്നെങ്കിൽ എല്ലാം കൊളായേനെ. ആ പിന്നെ ഞാൻ ആ സ്വീറ്റ്സ് കഴിക്കാൻ സമ്മതിക്കാത്തോണ്ട് വിഷമിക്കണ്ട കേട്ടോ. ആ സിറ്റുവേഷനിലാണെങ്കിൽ കുറച്ച് ഓവർ ആക്ടിങ് ഒക്കെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാടകം കളിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്ത് രസമായിരുന്നു അല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നു. ചില സമയത്തൊക്കെ എന്നെ പോലുള്ളവരെ വിശ്വസിച്ച് റിസ്ക് എടുക്കുന്ന നല്ലതാ. ഞാനൊക്കെ പണ്ടേ പൊളിയാ, പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയണോ? ഞാനെന്ന് വെച്ചാ എന്താ തമാശയാണോ? ഈ ഡ്രാമ എങ്ങാനും സക്സസ് ആയിരുന്നെങ്കിൽ ഇവള് അതും പറഞ്ഞ് എന്റെ സ്വൈര്യം കെടുത്തിയനെ. ഡ്രാമ പൊളിഞ്ഞിട്ട് ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ട് എങ്ങനെ ഇവക്ക് ഇതൊക്കെ സാധിക്കുന്നു? എന്തൊക്കെ പറഞ്ഞാലും സുന്ദരിയല്ലേ? ഞങ്ങള് നിന്നെ ഒരുപാട് സ്നേഹിച്ചാ വളർത്തിയത്. എന്നാൽ നിനക്ക് സ്നേഹത്തെക്കാൾ കൂടുതൽ ഭയമാണ് തോന്നുന്നെങ്കിൽ അത് ശരിയല്ല മോളെ. പ്രായപൂർത്തിയായ നിന്നെ പോലുള്ള എത്രയോ പെൺകുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും അറിഞ്ഞാൽ എന്ത് കരുതെന്ന് കരുതിയിട്ട് മൂന്നാമതൊന്നും ആലോചിക്കാതെ ഇതുപോലെ അപകടത്തിൽ ചെന്ന് ചാടും. നീയോ അഞ്ജുവോ അമ്മുവോ അല്ലെങ്കിൽ ആരതി പോലും ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ നിങ്ങളെ ശാസിക്കുന്നതും പേടിപ്പിക്കുന്നതും എല്ലാം നിങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെന്നപ്പെട്ട് തെറ്റ് ചേരുന്ന കരുതിയിട്ടാ. അതല്ലാതെ അറിയാതെ പറ്റുന്ന തെറ്റിങ്ങനെ മൂടി വെച്ച് കഷ്ടപ്പെടണമെന്ന് കരുതിയിട്ടല്ല. മക്കൾ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഉണ്ടാകണമെന്ന് ഞങ്ങൾക്ക് കരുതാൻ പറ്റില്ല. പ്രായത്തിനനുസരിച്ച് അവരിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ആ മാറ്റം വീട്ടിലും പുറത്തും വേറെ വേറെ ആകരുത്. ഇനി ഒരിക്കലും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. ഇനി അഥവാ ഉണ്ടായാൽ ഒട്ടും വിഷമിക്കാതെ എന്നോട് വന്ന് പറയാൻ മടിക്കരുത് മോളെ. ഏതച്ഛനായാലും മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരുടെ നല്ലതിനു വേണ്ടി തീർച്ചയായിട്ടും ശ്രമിച്ചിരിക്കും. അല്ലാതെ അവളെ അളന്ന് തൂക്കി ആവശ്യമില്ലാത്ത വേർതിരിവൊന്നും കാണിക്കില്ല. ശരി അച്ഛാ, ഞാനിനി ഒന്നും മൂടി വെക്കില്ല. ദൈവത്തിനാണ് എല്ലാം പറഞ്ഞോളാം.
നീ എന്നെങ്കിലും ആരെയും ഇഷ്ടപ്പെട്ടു എന്നത് ഒരു തെറ്റല്ല. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള പ്രായമല്ല ഇപ്പോ നിനക്കുള്ളത്. ഇത് ഇവിടെ ഇപ്പോ കഴിഞ്ഞത് നന്നായി. നമ്മൾ എന്താണെന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് തീരുമാനിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതാണ് നമ്മൾ. ഇതിൽ നിന്നും ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നീ മനസ്സിലാക്കിയ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരില്ലേ മോളെ. അപ്പോ എന്നോടൊരു ദേഷ്യവും ഇല്ലല്ലോ അച്ഛാ? ഇല്ല മോളെ. ഇപ്പോഴെങ്കിലും എല്ലാം മനസ്സിലാക്കി നിനക്ക് തുറന്നു പറയാൻ കഴിഞ്ഞല്ലോ. അത് തന്നെ എനിക്ക് ഒരുപാട് ആശ്വാസം മോളെ. ബോസ്, What the hell is wrong with you? മെല്ലെ പറഞ്ഞ പോലെ നിനക്ക് എന്തിനാ ഈ കോഴി വിളിക്കുന്നേ? ഞാൻ നിങ്ങളെ 4 പ്രാവശ്യം വിളിച്ചു, പക്ഷെ നിങ്ങൾ അറിഞ്ഞതേയില്ല. ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്ന കാറ് പോയി ഏതെങ്കിലും പോസ്റ്റിൽ ഇടിച്ചാലോന്നോർത്താ ഞാൻ ഉറക്കം വിളിച്ചേ. നോൺസെൻസ്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോണില്ല.